മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ മര്യാദ എന്താണെന്ന് ഈ കാണുന്ന ചിത്രം നിങ്ങളോട് സംവദിക്കും. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ചെറിയൊരു അപകടം പറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ജില്ലാതല പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി കോട്ടയത്തെത്തി. കോട്ടയത്ത് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിൾ ഈ വിവരം അറിയിക്കുന്നത്. ബദ്ധവൈരികളെ പോലെയാണ്. 9 വർഷമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേറ്റതിനു ശേഷം ഇതുവരെ NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ സന്ദർശിക്കാത്ത വ്യക്തിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ. അതിൻ്റെ പേരിലുള്ള വലിയ നീരസങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പോരാത്തതിന് സർക്കാരിനെതിരെ നിരന്തരം പരസ്യമായും രഹസ്യമായും വിമർശനങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തി, ഈ സർക്കാരിനെ പുറത്താക്കാൻ കരുക്കൾ നീക്കുന്ന വ്യക്തി, അങ്ങനെ പലതരത്തിൽ വിയോജിപ്പുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഒരു വ്യക്തി അപകടത്തിൽപ്പെട്ട് ചികിത്സയിലാണെന്നറിയുമ്പോൾ രാഷ്ട്രീയവും വിദ്വേഷവും എല്ലാം മാറ്റിവെച്ച് പിണറായി അവിടെ നേരിട്ടെത്തി. ഒന്നോർക്കുക, മുഖ്യമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ പോലും ഇതുപോലെ സുകുമാരൻ നായരുടെ അടുത്ത് പോയി അദ്ദേഹം സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ ഒരാൾക്ക് വയ്യാതായി അല്ലെങ്കിൽ അയാൾക്ക് വീഴ്ച പറ്റി കിടക്കുകയാണ് എന്നറിയുമ്പോൾ അവിടെ ഓടിയെത്തി ആരോഗ്യ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എത്ര മാന്യതയുള്ള വ്യക്തിയാണ്, മര്യാദയുള്ള വ്യക്തിയാണ്. കേരളത്തിലെ മാപ്രകൾ ചാപ്പകുത്തിക്കൊടുത്ത പല പേരുകൾക്കപ്പുറം എന്താണ് പിണറായി വിജയൻ എന്ന യഥാർത്ഥ മനുഷ്യൻ എന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു ആ ചിത്രം. കോട്ടയത്തെ പരിപാടിക്ക് ശേഷം ജോബ് മൈക്കിൾ MLAയും മന്ത്രി V വാസവനോടുമൊപ്പമാണ് അദ്ദേഹം NSS മിഷൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. അവിടെ ചികിത്സയിൽ തുടരുന്ന സുകുമാരൻ നായരുമായിട്ട് 10 മിനിറ്റോളം സംസാരിച്ചു. അതിനുശേഷമാണ് അവിടെ നിന്ന് വിടവാങ്ങിയത്. രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയ്ക്ക് പൊതുവെ ജാതി മത സംഘടനാ നേതാക്കന്മാരുമായി അകലം പാലിക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. പക്ഷേ ആ അകലം പാലിക്കൽ രാഷ്ട്രീയത്തിൽ മാത്രമാണ്. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് വിദ്വേഷമില്ല. അത് വീഴ്ച പറ്റിയെന്നറിഞ്ഞാൽ ഒട്ടും അമാന്തിക്കില്ല. ഉമാ തോമസ് എന്ന കോൺഗ്രസ് MLA അപ്രതീക്ഷിതമായി കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന സന്ദർഭത്തിലും ഇതുപോലെ ക്ഷേമം അന്വേഷിച്ചെത്തിയ പിണറായിയെ നിങ്ങൾ കണ്ടു. സമാനമായ കാഴ്ചയാണ് ഇവിടെയും കണ്ടത്. ഇവിടെ സുകുമാരൻ നായർ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്നലകളിൽ പറഞ്ഞതും പ്രചരിപ്പിച്ചതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ കാണുമായിരിക്കും. പക്ഷേ നിങ്ങൾ കൈപിടിച്ചുയർത്തിയവർ, നിങ്ങളുടെ കൈപിടിച്ച് നടന്നവർ, അവരെല്ലാം ഈ വീഴ്ച പറ്റിയ സന്ദർഭത്തിൽ എവിടെയായിരുന്നു? ഒരു കാര്യം മാത്രം നായർ മനസ്സിലാക്കുക, അധികാരവും പദവിയും ഉള്ളപ്പോൾ അതിൻ്റെ ഓരം പറ്റി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പലരും ഓടിയെത്തും. അവരെ ജാതി നോക്കിയൊക്കെ അണച്ചു നിർത്തി പല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഴ്ച പറ്റുന്ന സന്ദർഭത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവരാരെങ്കിലും ഒപ്പമുണ്ടോ എന്നൊന്ന് നോക്കിയാൽ അതിനുള്ള ഉത്തരമാകും. ജാതി ചിന്തകൾ തലയ്ക്ക് പിടിച്ച് മനുഷ്യരെ മനുഷ്യരായി കാണാതെ പല തട്ടിലുള്ള ജാതിക്കാരായി കാണുന്ന നിങ്ങളുടെ മനോഭാവത്തിൽ ഇനിയെങ്കിലും ഒരു മാറ്റം വരുത്താനുള്ളൊരു അവസരമാണ്. ഈ സർക്കാരിനെ പുറത്താക്കാൻ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നാമജപ ഘോഷയാത്ര നടത്തിയ മുഖ്യ സൂത്രധാരനായിരുന്നു നിങ്ങൾ. ആ നിങ്ങളെ കാണാനാണ് എല്ലാ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും മാറ്റിവെച്ച് ഒരു വ്യക്തി നേരിട്ട് വന്നത്. എന്തുകൊണ്ട്? നിങ്ങളോടുള്ള വലിയ ആദരവ് കൊണ്ടൊന്നുമല്ല. പക്ഷേ നിങ്ങളെന്ന ശത്രുവാണെങ്കിൽ പോലും വീഴ്ച പറ്റി കിടക്കുന്നു എന്നറിയുമ്പോൾ അവിടേക്ക് ഓടി വന്ന് വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു ഔദാര്യവും പറ്റിയ വ്യക്തിയല്ല ആ വന്നിട്ട് പോകുന്നത്. നിങ്ങൾ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കല്ലെറിഞ്ഞ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ച വ്യക്തിയാണ് നിങ്ങളുടെ ക്ഷേമം വന്ന് അന്വേഷിച്ചിട്ട് പോകുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ അടിമകളായിട്ടുള്ള ആരും അല്ലെങ്കിൽ നിങ്ങൾ വളർത്തിയ മാപ്രകൾ ആരും നിങ്ങൾ വീണ കാര്യത്തെക്കുറിച്ച് പോലും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാര്യം നിങ്ങളുടെ പ്രായം ഏറിക്കഴിഞ്ഞു. ഇനി നിങ്ങളെക്കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാക്കാനില്ല. അത് ഡേറ്റ് എക്സ്പയർ ആയതാണെന്ന് അവർ തിരിച്ചറിഞ്ഞ് നിങ്ങളെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരാൾ നിങ്ങളെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം പച്ചയായ മനുഷ്യർക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇനിയുള്ള ശിഷ്ട കാലഘട്ടത്തിലെങ്കിലും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കുപ്രചരണങ്ങളുണ്ടല്ലോ, അതിൽ നിന്നെങ്കിലും പിൻവാങ്ങാനായിട്ട് ഈ ഒരു സംഭവം നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നുള്ളൂ. അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വ്യക്തിയെ തിരിച്ചറിയേണ്ടത് വീഴ്ച പറ്റുന്ന സന്ദർഭത്തിലാണ്. ആ വീഴ്ച പറ്റുന്ന സന്ദർഭങ്ങളിൽ ആരൊക്കെ ഒപ്പമുണ്ടോ, ആരൊക്കെ വന്ന് നോക്കുന്നോ, അവരൊക്കെ മാത്രമേ നിങ്ങളെക്കുറിച്ച് ചിന്ത ഉണ്ടായിരുന്നവരുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി വന്നിട്ട് പോയതും അതിനൊരു മാധ്യമ അറ്റൻഷൻ കിട്ടിയതുകൊണ്ടും ക്യൂ ആയിട്ട് പലരും അങ്ങോട്ടേക്ക് വരുമായിരിക്കാം. എന്തുകൊണ്ട്? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി. തെരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ. അതുകൊണ്ട് ആ ആശുപത്രി പരിസരത്ത് വരും ദിവസങ്ങളിൽ പലതരത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾക്ക് അവസരമുണ്ടാകാൻ പോവുകയാണ്. പക്ഷേ
തികച്ചും അപ്രതീക്ഷിതമായിട്ട്, നിങ്ങൾ പോലും സ്വപ്നം കാണാതെ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ആ വരവുണ്ടല്ലോ, ആ വരവിൻ്റെ പേരാണ് മാനവികതയുടെ ചിന്തയുള്ള ഒരു മനുഷ്യൻ്റെ മറ്റൊരാളോടുള്ള ബഹുമാനവും കരുതലുമെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മാത്രമേ ആശംസിക്കാനുള്ളൂ.